യെസ്, ഇപ്പോൾ അവർ മടങ്ങുകയാണ്. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, പ്രിൻസിപ്പളെ കാണുന്നില്ല എന്ന് അറിയിച്ചു. അവർ മടങ്ങുകയാണോ അവിടെ നിന്ന്? ബിജീഷ്, കേൾക്കാമോ? കോളേജിലെത്തിയ നിതിൻ രാജിന്റെ അച്ഛനും സഹോദരി ഭർത്താവും ഒക്കെ ഇപ്പോൾ കോളേജിൽ നിന്ന് മടങ്ങുകയാണ്. പ്രിൻസിപ്പലെ കാണാനില്ല. ആരോപണ വിധേയനായ ആരുമായും കൂടിക്കാഴ്ച നടത്തുന്നില്ല. അവരോടൊന്നും സംസാരിക്കാനോ പറയാനോ ഇല്ല എന്നാണ് ഇപ്പോൾ അച്ഛൻ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും അവർ മടങ്ങാനൊരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ കുടുംബം കണ്ണൂരിൽ എത്തിയത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരായുന്നതിനും അതുപോലെ തന്നെ അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുന്നതിനുമൊക്കെ വേണ്ടിയാണ് അവരെത്തിയത്. കഴിഞ്ഞ ദിവസം കമ്മീഷൻ ഓഫീസിലെത്തി കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അധ്യാപകരെ അറസ്റ്റ് ചെയ്യാത്തതിലൊക്കെയുള്ള പ്രതിഷേധം അദ്ദേഹത്തിന്റെ വാക്കുകളിലും ഇന്നലെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ക്യാമ്പസിലേക്ക് കുടുംബം എത്തിയത്. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ, പ്രിൻസിപ്പലെ കാണാനില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. അവർ ക്യാമ്പസിൽ നിന്നും ഇപ്പോൾ മടങ്ങുകയാണോ? ക്യാമ്പസിൽ നിന്ന് മടങ്ങിയിട്ടില്ല. അവരിപ്പോൾ ഈ സഹോദരിയുടെ ഭർത്താവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കൂടെ വന്ന എന്ന് പറയുന്നത് ലോൺ ആപ്പായിട്ട് ഇതിനെ ഈ കേസിനെ വഴിതെറ്റിക്കുവാൻ ആരും ശ്രമിക്കേണ്ട എന്നുള്ളതാണ്. കാരണം ഇത് കൊലപാതകമാണ്, ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ വന്ന സ്പോട്ട് മനസ്സിലാക്കുവാനും അത് നേരിട്ട് ബോധ്യപ്പെടുവാനും ഞങ്ങൾ ഇവിടെ വന്നത്. ലോൺ ആപ്പുമായി ഇതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അത് വേറൊരു കാര്യമാണ്. കാരണം നിസ്സാരമായ ഒരു തുക നമ്മൾ കോളേജ് ക്യാമ്പസുകളിൽ ക്യാമറ ഇങ്ങനെ ഉള്ളിക്കാറ്റില്ല. ബാക്ക് ഇതാരും ചെയ്യരുത് പ്ലീസ്. രണ്ട് തരം കാണിക്കരുത്. ഹലോ, വേറെ മൂന്ന് പേര് കോളേജിലെത്തിയ നിതിൻ രാജിന്റെ കുടുംബം ഇപ്പോൾ ക്യാമ്പസിൽ നിന്ന് അവിടെ നിന്ന് മടങ്ങുകയാണ്. കൂടുതൽ ആരുമായും സംസാരിക്കാനോ കാണാനോ ഒന്നും ഉള്ള ഒരവസ്ഥയിലല്ല അവരുള്ളത്. എന്തായാലും പ്രിൻസിപ്പലിനെ കാണാനില്ല. ആരോപണ വിധേയരായ മാനേജരെയോ പ്രിൻസിപ്പലിനെ ഒന്നും കാണാനില്ല എന്ന് ഇപ്പോൾ നിതിൻ രാജിന്റെ ബന്ധുക്കൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ബിജീഷ് ഗോവിന്ദനുണ്ട്. ബിജീഷ്, കേൾക്കാമോ? പറഞ്ഞ കാര്യങ്ങൾ മീഡിയയോടെ പറഞ്ഞതാണ്. ഇന്ന് വീട്ടു ആപ്പുമായിട്ട് ഇത് കൂട്ടിക്കഴിക്കേണ്ട കാര്യമില്ല. ഇതൊരു വലിയ അധിക്ഷേപവും ഒരു പിന്നെ ഇദ്ദേഹത്തിന് കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത്. നിതിൻ രാജിനെ കൊന്നതാണ്. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിനകത്ത് അവിടെ പിന്നെ ഈ ഒരു നിസ്സാര തുകയുടെ കാര്യത്തിൽ ഒരു റൂമിനകത്ത് വിളിച്ചു നിർത്തി അത് പരിഹരിക്കേണ്ട വിഷയം. അങ്ങനെ ആ വിദ്യാർത്ഥി എടുത്തിട്ടുണ്ടെങ്കിൽ അധ്യാപകർക്ക് വീട്ടുകാരെ അറിയിക്കാം. അത് വീട്ടുകാരെ അറിഞ്ഞുകൊണ്ടെടുത്ത ചെറിയൊരു ലോണാണ്. അതിന്റെ പേര് ഒരിക്കലും ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദന്തൽ കോളേജിൽ വന്നത് അവൻ ഒരു ഡോക്ടറാവാൻ വേണ്ടിയാണ്. ഒരു ഡോക്ടറാവാൻ വേണ്ടി വന്ന ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ളത് ഈ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടണം. ഒരിക്കലും നിസ്സാരം 12,000 രൂപയ്ക്ക് വേണ്ടി അവൻ ആത്മഹത്യ ചെയ്തില്ല. അവൻ അത്രത്തോളം മൃഗീയമായ ആ ക്ലാസ് റൂമിനകത്ത് പ്രിൻസിപ്പാൾ ഉൾപ്പെടെ അവിടുത്തെ അധ്യാപകർ ഉൾപ്പെടെ മാനസികമായി അവനെ കൊല്ലുന്ന തരത്തിലേക്ക് അവർ ആസൂത്രണം ചെയ്ത് അവനെ ഹരാസ് ചെയ്തു. അത്രത്തോളം അപമാനിച്ചു. അതിന്റെ പേരിലാണ് അവൻ ആത്മഹത്യ ചെയ്തത്. ഞങ്ങൾക്ക് സംശയമുണ്ട്. നമ്മൾ അവിടെ ചെന്നപ്പോൾ അത് എവിടെ നിന്നാണ് അവൻ ചാടിയെന്ന്, ആരാണ് തള്ളിയിട്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾക്കറിയണം ആ കൊലകൃത്യം ചെയ്ത് ആരാണെന്നുള്ളത് ഞങ്ങൾക്ക് പൊതുസമൂഹത്തിന് അറിയണം. ആ കുടുംബത്തിന് ഞങ്ങൾക്ക് അറിയണം ഇതെന്താണ് ഇതിവിടെ സംഭവിച്ചതെന്നുള്ളത്. ഇതിന് ഉത്തരവാദികൾ ആ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് പോലീസ് ശ്രമിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഈ പറയുന്ന ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് പ്രതികളായിരിക്കുന്ന അന്യസംസ്ഥാന മേഖലയിലുള്ളവരെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ ഇവിടെ തൊട്ട് സമീപത്തുള്ള റാം ഉൾപ്പെടെയുള്ള അധ്യാപകരെ അറസ്റ്റ് ചെയ്യുവാൻ എന്തുകൊണ്ടാണ് പോലീസ് പഠിക്കുന്നത്? അത് നമ്മൾ പൊതുസമൂഹം മനസ്സിലാക്കണം. നമ്മുടെ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എല്ലാവരും തന്നെ ഇതിന്റെ യഥാർത്ഥ പ്രതികളെ, അതുമാത്രമല്ല ഈ പ്രതികൾ അറസ്റ്റ്
അറസ്റ്റ് ചെയ്യുവാൻ 22-ാം തീയതി കേസ് ഇവിടെ വെച്ചിരിക്കുകയാണ്, കോടതിയിൽ ഇരിക്കുകയാണ്. ആ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഇവിടുത്തെ റാം ഉൾപ്പെടെയുള്ളവർ അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. അവർ ഒരു കാരണവശാലും ശരി തന്നെയാണ്, അവർക്ക് ജാമ്യം കിട്ടാൻ പാടില്ല. ആ ജാമ്യം എടുക്കുന്നതിന് മുമ്പേ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ പൊതുസമൂഹത്തോട് നീതി കാണിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്താ പ്രിൻസിപ്പാൾ കുറ്റാരോപിതമായി നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങൾ കുടുംബം ആരോപിക്കുന്ന പ്രതിപ്പട്ടികയിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിനോട് കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. മാനേജ്മെന്റിന്റെ മറ്റാൾക്കാരെ കാണുന്നുണ്ട്, കാരണം പ്രതിപ്പട്ടികൾ ഇല്ലാത്ത മാനേജ്മെന്റിന്റെ ആൾക്കാരെ കാണുന്നുണ്ട്. നിതിൻ രാജ് താമസിച്ച റൂം പ്രതി ചേർക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണല്ലോ അവിടെ അതിനകത്തൊരു ഒരു ഹരാസിംഗ്, അവിടുത്തെ ഒരു പീഡനം നടന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ, നിതിൻ രാജ് മരിക്കുന്നതിന് മുമ്പേ ആ അവസാനം ഉണ്ടാവുന്ന വിഷയമെന്ന് പറയുന്നത് ഈ കോളേജ് ക്യാമ്പസിനകത്ത് ആ റൂമിനകത്ത് അധ്യാപകർ ഒരുമിച്ച് അദ്ദേഹത്തെ മാനസികമായി അദ്ദേഹത്തിനെ പീഡിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിനത് അതീവ ഗുരുതരമായിട്ടുള്ള മുറിവ് ഉണ്ടായതിലാണ് മരണകാരണമെന്നാണ് പറയുന്നത്. ആ മുറിവ് എങ്ങനെ ഉണ്ടായി, ഈ ഇത്രയും മുകളിൽ നിന്ന് എവിടെ നിന്ന് ചാടിയെന്ന് ഞങ്ങൾക്ക് വ്യക്തമല്ല. അത് ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ഇവിടുത്തെ നീതിപാലകരാണ് എന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾക്കത് വ്യക്തമായി ഞങ്ങൾ ഇതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ന് പോലീസ് ഞങ്ങൾക്ക് തരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ അറിയാലോ, ഈ പറയുന്ന ഈ ഒരു വലിയൊരു വിഷയം നടക്കുന്ന സമയത്ത് പിതാവും എല്ലാവരും ഞങ്ങൾ മറ്റു ജില്ലയിലാണ്. ഇവിടെ വരുന്നതിനുള്ള സമയമെടുത്തു. അപ്പൊ അവിടെ അത് ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. മറ്റ് രേഖകൾ പരിശോധിച്ച് ഞങ്ങൾ അതിനെക്കുറിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അന്വേഷണത്തോട് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇത്തരം ഞങ്ങളുടേതായിട്ടുള്ള ആശയങ്ങൾ, നിങ്ങൾ പറഞ്ഞതുപോലുള്ള ആശയങ്ങളെല്ലാം ഞങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ ഞങ്ങൾക്കുണ്ട്, അവിടെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് 2 മണിക്കൂറോളം ചികിത്സയ്ക്ക് ഇത് സമയമെടുത്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ നെഗറ്റീവ് ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് ഓ പോസിറ്റീവ് അല്ല. ഇപ്പൊ മറ്റൊരു ഗ്രൂപ്പ്, അതെ. അപ്പൊ അതിന് എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പാണ് ഉള്ളതെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അവിടെ ഉണ്ടായ ചികിത്സാ പിഴവ്, ഞങ്ങൾ എന്താണ് അവിടെ സംഭവിച്ചതിനെ കുറിച്ചുള്ള റെക്കോർഡുകൾ എടുക്കുന്നതിലേക്ക് വേണ്ടി ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു.